السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله العلي العظيم. ശുഹദാക്കളിൽ റബ്ബും റഹീമായോനേ, ശറഫാൽ വഴങ്ങ് നിനരിളാമന്നാനേ. മുഹമ്മദ് സയ്യിദന മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ളൊരു ഇബാദത്താണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെയും ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മജ്ലിസുന്നൂറിൻ്റെയും വാർഷിക പരിപാടിയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു 3 ദിവസത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഔദ്യോഗിക പ്രഭാഷണം നടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരല്പസമയം സംസാരിക്കണമെന്ന് തട്ടിക്കളയാൻ കഴിയാത്ത പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത്, നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങൾക്കറിയാലോ, ഞാനങ്ങനെ ഒരു നീണ്ട വയത് പറയുന്ന ആളല്ലാന്ന്, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. നിങ്ങളെൻ്റെ പ്രസംഗം കേട്ട് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 313 ആൾക്കാരെ അല്ലാഹു തആല നേരത്തെ ആണ്ട് ഇഷ്ടപ്പെട്ടതാണോ, അതോ ഓല് ബദർ യുദ്ധം എന്നു പേരായൊരു യുദ്ധം നടത്തിയതുകൊണ്ട് അല്ലാഹ് കണ്ട് ഇഷ്ടപ്പെട്ടതാണോ? നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു തആലക്ക് പരിശുദ്ധമായി ഈ ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ബദറിൽ മലക്കുകൾ ഇറങ്ങുണ്ടായി. എപ്പോഴാണ് ഇറങ്ങിയത്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്ക് കയറിയ ഒരു സാഹചര്യത്തിലാണ് മലക്കുകൾ ബദറിലേക്ക് ഇറങ്ങിയത്. അത് ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, ഏത് രൂപത്തിലുള്ള വിഭാഗമാണ് എന്നൊന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഗൗരവം കിട്ടുള്ളൂ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, ജിബ്രീലേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മുൻകഴിഞ്ഞ ഒരുപാട് അമ്പിയാക്കളുടെ സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭവം നിങ്ങൾക്ക് പറയാമോ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ സമൂഹങ്ങളിൽ ഞാൻ നശിപ്പിച്ചതിൽ എടുത്തു പറയാകുന്ന ഒരു സംഭവം സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും വേറെ നബിമാരുണ്ടായിട്ടുണ്ട്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലക്കാരൻ തന്നെയാണ് സയ്യിദുന ലൂത്ത് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വേറെ നബി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനായ സാം എന്ന ആൾ പ്രവാചകനായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന് 4 മക്കളുണ്ടായിരുന്നു. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫിസ്, പിന്നൊന്ന് കൻആൻ. അതിൽ കൻആൻ എന്ന് പറഞ്ഞ ആള് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കൻആൻ എന്ന പേരായ ആളാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുങ്ങി മരിച്ച ആള്. ബാക്കി 3 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിലെ സാം എന്ന പേരായ ആള് പ്രവാചകനായിരുന്നു. സാം എന്ന നബിയിൽ നിന്നാണ് ലോകത്ത് ഭാഷകൾ വന്നത് എന്നാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്. നിങ്ങളോട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യം വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിലാണ് ചെന്ന് നിൽക്കുക. ഇപ്പോൾ ഉദാഹരണം കരാട്ട പഠിക്കൽ. കരാട്ട ഒരു വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ ചെന്ന് അവസാനിക്കും. വഹയിലൂടെ അല്ലാതെ ലോകത്തേക്കൊരു വിവരവും വരൂല. ഇങ്ങനെ ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും ഭക്ഷണം പാചകം ചെയ്യൽ ഒരു വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ അവസാനിക്കണം, വഹിയിൽ അവസാനിക്കണം എന്നാ. കല്യാണം കഴിക്കല്, കുടുംബജീവിതം, ജിമാ, വൈവാഹിക ബന്ധങ്ങൾ അതൊരു വിവരമാണ്, ഒരു വിജ്ഞാനമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഏതെങ്കിലും ഒരു നബിയിലാണ് അവസാനിക്കുക എന്നാ. ടൈലറിങ് ഒരു വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ആദം നബിയിൽ അവസാനിക്കും. ലോകത്താദ്യമായി ടൈലറിങ് നടത്തിയത് സയ്യിദുന ആദം അലൈഹിസ്സലാമാണ്. നൂൽനൂറ്റതും മുന ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ടു വസ്ത്രം നെയ്തതും നബി ആദമായി. കൊട്ടുണ്ടാക്കലൊരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയിൽ അവസാനിക്കും. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ കൊട്ട നെയ്ത ജീവിതം യാ സാഹിബി. ഇങ്ങനെ ഏത് വിവരവും, മരം കൊണ്ട് പണിയെടുക്കല്, മരപ്പണി ഒരു വിജ്ഞാനമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാമിൽ അവസാനിക്കും. തടി പണയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിൻ്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. ഇങ്ങനെ ഏതു ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല. ഇരുമ്പോണ്ട് പണിയെടുക്കല്, കത്തി മടാള്, ഇരുമ്പോണ്ട് പണിയെടുക്കല് ഒരു വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് സയ്യിദുന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിലാണ് അവസാനിക്കുക. ഇങ്ങനെയാണ്. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ഇങ്ങനെ അമ്പിയാക്കളിൽ ചെന്ന് അവസാനിക്കാത്തൊരു വിവരമില്ല. ഭാഷകൾ ചെന്ന് അവസാനിക്കുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ സാമിലാണ്. അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വർത്താനം പറയും. അതൊക്കെയാണ് ഓരോ ഭാഷകൾ. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടുകാരോട് അദ്ദേഹം ഓരോ സംസാരങ്ങൾ നടത്തും. ആ നടത്തിയ സംസാരങ്ങളൊക്കെ പിൽക്കാലത്ത് ഭാഷകളായി രൂപാന്തരപ്പെട്ടു എന്നാണ്. അപ്പോൾ ലോകത്തെ എല്ലാ വിഷയങ്ങളും അമ്പിയാക്കളിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. ഒരു നബിയാകുക എന്നതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയും. ഒരാൾക്ക് ഔലിയാവണം, വലിയാവണം എന്ന് വിചാരിച്ചാൽ ഇബാദത്ത് ചെയ്തിട്ട് അവനത് നേടിയെടുക്കാൻ പറ്റും. ഒരാൾക്ക് ആലിമാകൽ അധ്വാനിച്ചാൽ നേടാൻ പറ്റും. ആബിദാവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും. ധർമ്മം കൊടുക്കുന്നവനാവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ പ്രഭാഷകൻ വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ ഒരു വിഷയം വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ നബിമാരിൽ അവസാനിക്കും. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 313 ആൾക്കാർ ബദറിൽ യുദ്ധം ചെയ്തതുകൊണ്ട് ഓല് വലിയ ആൾക്കാരായതാണോ, വലിയ ആൾക്കാരായതുകൊണ്ട് യുദ്ധം ചെയ്തതാണോ എന്ന് പരിശോധിക്കുകയാണ്. അല്ലാഹു തആലാക്ക് ഈ ഇസ്ലാം ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വാളിനെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്കാൻ ചാടിക്കയറിയപ്പോൾ ബദറിൽ മലക്കുകൾ ഇറങ്ങി. ഈ മലക്കുകൾ ഏത് കോലത്തിലാണ്? ജിബ്രീലിനോട് അലൈഹിസ്സലാം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ച ഒരു രംഗം ഒന്നെനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു, നബിയേ, ഞാൻ സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് നൂഹ് നബിയുടെ സമൂഹം ഉണ്ടാകുന്നത്. ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ വേണ്ടി പോയി എന്നാണ്. ലൂത്ത് നബിന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവര് ദുഷ്കാമകർമ്മികളാണ്, വേണ്ടാത്ത പ്രവർത്തനം ചെയ്യുന്നവരാണ്, ഓലെ നശിപ്പിക്കാൻ പോവുകയാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അവരെ നശിപ്പിക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. മലക്കുകൾ പറഞ്ഞു, നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല, വിവരം പറയാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. നിങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ നമ്മളവിടെ പോയിട്ട് ഓലെ നശിപ്പിച്ചാൽ എന്നോടൊന്ന് വിവരം പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് ഇവിടെ വിവരം പറഞ്ഞാണ്ട് പോകാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് നശിപ്പിക്കട്ടെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾ പോവുകയാണ് പറഞ്ഞാണ്ട് ഓല് പോയി. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ 2500 കിലോമീറ്റർ ദൂരം വരുന്ന വിസ്തൃതി വരുന്ന നാട് ജിബ്രീൽ അലൈഹി ഇസ്ലാം അടിക്കൂടെ എങ്ങനെയാണ് മാന്തിയിട്ട് ഇങ്ങനെയാണ് മറിച്ചിട്ടാണ് ചെയ്തത്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ ചിറകിൻ്റെ തലക്കൊണ്ട് ഞാനൊന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ 600 ചിറകുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്. ഈ കോരി മരിച്ചാൻ പറ്റിയ 600 ചിറക് സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനുണ്ട്. അങ്ങനത്തെ 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. അള്ളാഹു തആലക്ക് ഈ ദീനിനെ സംരക്ഷിക്കാനും 313 ആൾക്കാർ ബദർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ യുദ്ധം? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പിന്നെന്തിനായിരുന്നു ആ യുദ്ധം? ഒരു 313 മനുഷ്യന്മാരെ അള്ളാഹു തആല ബഹുമാനിച്ചു. അത് ഞമ്മക്കൊന്ന് തിരിയണ്ടേ? അതിനൊരു വജ്ജുവാണല്ലോ. അതിനാണ് ബദർ യുദ്ധം. ഞമ്മക്കൊന്ന് മനസ്സിലാവണല്ലോ, ഒരു 313 ആൾക്കാരെ അള്ളാഹു തആല ആദരിച്ചിട്ടുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദരിയാണ്. പ്രമുഖരായ എല്ലാ സ്വഹാബികളും ബദറിൽ പങ്കെടുത്തവരാണ്. ഒരു 313 ആളുകളെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ടെന്നത് നമ്മളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയതാണ് ബദർ എന്ന പേരായ ഒരു യുദ്ധം. 313 ആൾക്കാർ അതിൽ പങ്കെടുത്തവർ വിജയിച്ചു, എല്ലാവരും പ്രധാനികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന വലിയൊരു യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. ബദരീങ്ങളെ തവസ്സുലാക്കിയാൽ നടക്കാത്തൊരു കാര്യമില്ല എന്നാണ്. ബദരീങ്ങൾ എന്ന് പറയുന്നത് ഷഹീദായവർ മാത്രമല്ല, ബദറിൽ പങ്കെടുത്ത എല്ലാവരും ബദരീങ്ങളാണ്. ഷഹീദാവണം എന്നില്ല, അല്ലാതെ തന്നെ ബദരീങ്ങളാണ്. ബദറിൽ പോയോര്, പോകാത്ത ഒരാളുണ്ട്, അദ്ദേഹവും ബദരിയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളെ പേരെണ്ണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരുണ്ടാവും, മൂപ്പര് പോയിട്ടില്ല. പിന്നെന്ത് കാട്ടി? എല്ലാവരും പോയപ്പോൾ മദീനത്ത് കാവലുന്നു എന്നുള്ളതാണ് മൂപ്പര പ്രത്യേകത. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയുമായിരുന്ന സയ്യിദത്തുനാ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ രോഗബാധിതയായി കിടക്കുകയായിരുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന കാര്യവും മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യവും ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെലവഴിച്ചതുകൊണ്ട് അദ്ദേഹവും ബദരീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ തൊട്ടവരൊക്കെ കഴിച്ചിലായി എന്നുള്ളതാണ്. ബദരീങ്ങളെ തൊട്ട എല്ലാ ആൾക്കാരും കഴിച്ചിലായി. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഭാഗമാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദരിയാകുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് ബദരീങ്ങളുടെ അസ്മാവുകൾ പാരായണം ചെയ്യുന്നു. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു. അടുത്ത കാലത്ത് തുടങ്ങിയ ഒന്നല്ലത്. മജ്ലിസുന്നൂർ എന്ന പേരായ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബദരിയത്തുൽ മങ്കൂസിയ എന്ന പേരായ ദിക്ർ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാളുണ്ടാക്കിയതാണ്. വലിയൊരു മുദരിസും ആലിമും ആബിദുമായിരുന്ന മലപ്പുറത്തുകാരനായ വലിയൊരു പണ്ഡിതനാണ് ബദരിയത്തുൽ മൻകൂസിയ ഉണ്ടാക്കുന്നത്. മഖ്ദൂം നാരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഖ്ദൂം മഹാനവറുകൾ ബദരീങ്ങളുടെ അസ്മാവുകൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയതാണ്
നമ്മുടെ സബീനയിൽ കാണുന്ന ബദർ മൗലിദ് എന്ന പേരായ മൗലിദ്. ഇങ്ങനെ ബദരീങ്ങളുടെ അസ്മാവുകൾ പറയുക, അവരെ തവസ്സുലാക്കുക, അവരുടെ മദദിനെയും ഫൈദാനിനെയും ആഗ്രഹിക്കുക എന്നത് പുരാതന കാലം മുതൽ തന്നെ നടക്കുന്നുണ്ട്. സഹാബത്തിന്റെ കാലത്ത് എല്ലാ സഹാബികളും കൂടി ഒരു സഹസ്രം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബദറിൽ പങ്കെടുത്ത ഒരാൾ വന്നാൽ മുന്നിൽ സീറ്റ് കൊടുക്കുമായിരുന്നു. ചില ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹദീസിന്റെ റാവികളെ പറയുന്ന കൂട്ടത്തിൽ ചില ആൾക്കാരെ പേര് പറഞ്ഞാൽ വഹുവ ബദിരിയുൻ എന്ന് കാണാം. അപ്പം നമ്മളിങ്ങനെ ആൾക്കാരെ പേരിങ്ങനെ പറയുമ്പോൾ ഫൈലിയാണ്, ദാരിമിയാണ്, ബാക്കവിയാണ് എന്നൊക്കെ പറയല്ലോ. എന്ന മാതിരി എന്ന് പറഞ്ഞുകൂടെ, ആ താരതമ്യം ശരിയാവൂല. സ്വഹാബത്തിന്റെ ഇടയിൽ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ പേരിന്റെ അവസാനം വഹുവ ബദിരിയുൻ, അദ്ദേഹം ബദിരിയാണ് എന്ന് ചേർക്കാറുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അക്കാലത്ത് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാരാണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തീരുമാനിച്ചാലേ നമ്മളിഞ്ഞ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ ലോകത്ത് ഒരുപാട് അഭിപ്രായങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണുന്നുണ്ട്. ലോകം കണ്ടതിലെ ഏറ്റവും മോശമായ അഭിപ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായമാണ്. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ മോശത്തിൻ്റെ കാര്യത്തിൽ ഇനി അതിൻ്റെ താഴെ പോണ വേറൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ്. സയ്യിദുനാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്നതാണ് ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം. എന്തുകൊണ്ട്? നുബുവത്ത് എന്ന് പറയുന്നത് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കണതല്ല, അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്, അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. ലോകത്തെ എല്ലാ സംഭവങ്ങളും നബി തങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്ത് നിന്ന് എന്തിനാ അങ്ങോട്ട് പോകുന്നത്? മുഹമ്മദ് നബിക്ക് വരാന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയം ബി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചിട്ടില്ല. സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടില്ല. എന്തേ കാരണം? സ്വർഗത്തിലെ മുസ്തഫായ നബി തങ്ങളുടെ ഭാര്യയാണ് സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു അൻഹ. ഈ ലോകത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ മുഹമ്മദ് നബി ഉണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം എന്തിനാ മക്കത്തേക്ക് താമസം മാറിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിലാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര. അവരിലാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക പ്രവാചകന്മാരും ബനു ഇസ്രായേലിലാണ്, ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ ഒരാൾ മാത്രമാണ് വന്നത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനാ മക്കയിൽ കൊണ്ടാക്കിയത്? മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കഅബ പൊളിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് കഅബ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കഅബ പൊളിഞ്ഞു. ആരെ പൊളിച്ചത്? അല്ലാഹു തന്നെയാണ് പൊളിച്ചത്. എന്നാൽ അബ്രഹത്ത് രാജാവ് എന്നു പേരായ രാജാവിന്റെ നേതൃത്വത്തിൽ ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബാബീൽ എന്നു പേരായ പക്ഷിക്കൂട്ടങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട്, അബാബീൽ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പക്ഷിയല്ല എന്നാണ്, ചെറിയ പക്ഷിക്കൂട്ടങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് അബാബീൽ. അബാബീൽ പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനപ്പടയെ നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരുപാട് സാധനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കഅബയും കൂടിയാണ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് അങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അബ്രഹത്ത് രാജാവ് വരുമ്പോൾ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്തേ ആവശ്യം? അതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടിയും കഅബ ഉണ്ടാക്കുമ്പോൾ ഒരു വർത്താനം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓലൊരു വർത്താനം പറഞ്ഞിരുന്നു കഅബ ഉണ്ടാക്കുമ്പോൾ. ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ചോനെ ഞങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തെ നീ കബൂലാക്കണേ റബ്ബേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, ഈ കഅബയുടെ അനന്തരാവകാശികളിൽ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ യാത്രയാക്കണേ റബ്ബേ. അതിനാണ് ഈ കഅബ ഉണ്ടാക്കുന്നത്. ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ
ഒറ്റ പ്രവാചകനും വന്നിട്ടില്ല. ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ വന്നത്. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി വരുന്നതിൻ്റെ മുന്നെയാണ് അബ്രഹത്ത് രാജാവ് കാബം പൊളിക്കാൻ വന്നത് എന്നതുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത്. ഇഞ്ഞു വരും ചെയ്യും, പൊളിക്കും ചെയ്യും, ഓരോ കല്ലെടുത്തിട്ട് അറബിക്കടലിൽ ഒഴുക്കും ചെയ്യും. കാരണം മുഹമ്മദ് നബി വന്നു പോയി എന്നുള്ളതാണ് ഇനി പൊളിക്കണതിൻ്റെ കാരണം. ലോകത്തെ എന്തെല്ലാം വിഷയങ്ങൾക്ക് സംരക്ഷണം ഉണ്ടോ അത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ എന്തെല്ലാം വിഷയങ്ങൾക്ക് നാശമുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബബായിട്ടുള്ളതാണ്. എന്തിനാ കുടിയിരിക്കുമ്പോൾ മങ്കൂസ് മൗലിദ് ഓതുന്നത് എന്ന് ചോദിക്കലുണ്ട്. എന്തിനാ ഹജ്ജിന് പോകുമ്പോൾ മൗലിദ് ഓതിങ്ങാണ്ട് പോണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ നിർത്തിയാൽ ആ വിഷയം സംരക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ലോകത്ത് ചെവി കൊണ്ട് മനുഷ്യൻ കേൾക്കുന്ന അപരാധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന അപരാധമാണ്. സയ്യിദത്തുന ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിറഔനിന്റെ ഭാര്യയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ലഅനത്താക്കപ്പെട്ട ഫിറഔന് വരുമ്പോഴേക്ക് ശരീരമാസകലം കുഴഞ്ഞു പോകുമായിരുന്നു എന്നാണ്. എന്തേ കാരണം? ആസിയ ബീവി സ്വർഗത്തിൽ മുസ്തഫ നബിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് കാരണം. എന്തേ ഫിറഔൻ കുറയാൻ കാരണം? അന്ന് മരുന്നില്ലാത്തോണ്ടല്ലോ, കൊട്ടാരത്തിൽ വൈദ്യന്മാരില്ലാത്തോണ്ടല്ലോ, ഫിറഔന് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തോണ്ടല്ലോ. പിന്നെന്തേ കുഴഞ്ഞത്? സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ മുസ്തഫ നബി തങ്ങളുടെ ഭാര്യയാണ്. മറിയം ബീവിയെയും ആസിയ ബീവിയെയും ഖദീജ ബീവിയെയും വിവാഹം കഴിക്കുന്നതാണ് സ്വർഗത്തിലെ കല്യാണം. അതുകൊണ്ട് മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് ആൾക്കാർ മഹത്വമുള്ളവരുണ്ട്. മഹത്വമുള്ളവരെ തുടർന്നാൽ അത് വലിയൊരു മഹത്വമാണ്. ഈ ആരൊപ്പാ കൂടിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്വർഗത്തിലേക്ക് ഒറ്റക്ക് യാത്രയില്ല, കൂട്ടാണ്. സ്വർഗത്തേക്ക് നമ്മളിങ്ങനെയാണ്ട് ഒറ്റക്ക് ഇങ്ങനെയാണ് മെല്ലാണ് കഴിച്ചിലായിങ്ങാണ്ട് സ്വർഗത്തേക്കാണ് പോവുക എന്നുള്ളത് ഉണ്ടാവില്ല. സ്വർഗത്തേക്ക് കൂട്ടായിട്ടാണ് പോവുക. കല്ലായിദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. മശ്റയാണ് രംഗം. ഭൂമിയെ ഇങ്ങനെ പൊടിയാക്കപ്പെട്ടു, പൊടിയാക്കപ്പെട്ടു. എല്ലാവരും മശ്റയിൽ ഒരുമിച്ച് കൂടി. മനുഷ്യനെ അണിയാക്കി നിർത്തി, ജിന്നുകളെ നിർത്തി, മലക്കുകളെ അതിൻ്റെ പിന്നിൽ നിർത്തി. ശബ്ദങ്ങൾ മുഴുവനും അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെട്ടു. നാവെടുത്തു മിണ്ടാൻ ഒരു മനുഷ്യനും സാധിക്കാത്ത രംഗം വന്നു. 50,000 കൊല്ലം മനുഷ്യന്മാര് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് വിയർപ്പിൽ മുങ്ങിത്താഴുമ്പോഴും അല്ലാഹു തആല റഹ്മാനുമാണ് റഹീമുമാണ്. അല്ലാഹു കാരുണ്യവാനാണ്, വാത്സല്യനിധിയാണ്. എപ്പോ? ചെമ്പിന്റെ തറയിൽ മശ്റയിൽ 50,000 കൊല്ലം നിന്നിട്ട് മനുഷ്യൻ ഉരുകുമ്പോ അല്ലാഹു റഹ്മാൻ തന്നെയാണ്. പിന്നെ എന്തിനാ അങ്ങനെ നിർത്തുന്നത്? അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എല്ലാരും മനസ്സിങ്ങോട്ട് പറയും, ഈ ചെമ്പുന്തറയെന്നൊന്ന് പോയാൽ മതിയായിരുന്നു, നരകത്തേക്കായാലും വേണ്ടില്ല. അതിന് നമ്മൾ ആരോടാ പറയാ? ആദം വല്ലിപ്പാൻ്റെ അടുത്തുവല്ലും, ഇബ്രാഹിം നബിൻ്റെ അടുത്തുവല്ലും അലൈഹിസ്സലാം, മൂസാ നബിൻ്റെ അടുത്തുവല്ലും, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തുവല്ലും, എല്ലാവരുടെ അടുത്തും ചെല്ലും. അവസാനം മുഹമ്മദ് നബിയുടെ അടുത്തുവല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിക്കണേ. എന്തേ ആദ്യം തന്നെയാണ് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നില്ലേ? എന്തേ എല്ലായിടത്തും പോയിട്ട് പിന്നെ അവസാനം ഇങ്ങോട്ട് വേറുള്ളിടത്തൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം. അതിനെന്നെ വേറുള്ളിടത്ത് പോയിട്ട് കാര്യമില്ല എന്നാണ് ബോധ്യപ്പെടണമെങ്കിൽ അവിടെയൊക്കെ പോയി ഇങ്ങോട്ട് വരണം. ആദ്യം തന്നെ ഇങ്ങോട്ട് ചെന്നാൽ മനസ്സിലാവില്ല. അതിനെന്നെ എല്ലായിടത്തും പോണത്. ഈ പോണ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയോ? അബൂജാഹിലുണ്ടതില്. ഈ തറമ്മന്നൊന്നാണ് കഴിച്ചിലായാ മതി. സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കാൻ പോണേല് ലഅനത്താക്കപ്പെട്ട ഫിറഔനുണ്ട്, നമ്രൂദുണ്ട്, ഖാറൂനുണ്ട്, അബൂജാഹിലുണ്ട്, എല്ലാ മനുഷ്യന്മാരും ഉണ്ട്. എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിക്കുന്നു
നിങ്ങളല്ലാതെ വേറെ ആരുമില്ലാന്ന് അങ്ങോട്ട് സമ്മതിക്കണം. അങ്ങോട്ട് സമ്മതിച്ചിട്ടാണ് ചെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറയും. അവിടുന്ന് നീച്ചിട്ട് അർശിന്റെ താഴെ പോയി സുജൂദിലാണ് കിടക്കും. അപ്പോൾ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, ഇർഫ റഅസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല ഉയർത്തു. അതുവരെ അള്ളാന്റെ റസൂലിനെ അള്ള വിളിക്കണ എല്ലാ വിളി യാ റസൂൽ അള്ളാന്നാണ്. അപ്പൊ വിളിക്കണ വിളിയിലാണ് മുഹമ്മദെ തല ഉയർത്തു എന്നുള്ളത്. ഖുർആനിൽ നിങ്ങൾ യാ മുഹമ്മദ് എന്ന് അള്ളാഹു തല വിളിച്ചതായി എവിടെയും കാണൂല. എപ്പ വിളിച്ചിട്ടുണ്ടെങ്കിലും യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട്, തോഹ എന്ന് വിളിച്ചിട്ടുണ്ട്, നബി എന്ന് വിളിച്ചിട്ടുണ്ട്, റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിക്കൊന്ന് ആലോചിക്കണേ. റസൂലായത് 40ാമത്തെ വയസ്സിലാണ്, അതിൻ്റെ മുമ്പ് മുഹമ്മദാണ്. 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് മുഹമ്മദിന് എന്തെങ്കിലും ന്യൂനതയുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ ദീനിന്ന് പുറത്താണ്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിന്ന് പുറത്തു കണ്ടു പോകും. അതാണ് മുഹമ്മദും റസൂലും തമ്മിലുള്ള വ്യത്യാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന് അവസാനം സുജൂദ് കടന്നിട്ട് വിളിക്കുമ്പോൾ റസൂലെ തല ഉയർത്തു എന്നല്ല, പിന്നെന്താ വിളിക്കുക? യാ മുഹമ്മദ് ഇർഫ റഅസക്, മുഹമ്മദെ തല ഉയർത്ത് എന്ന് പറയും. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞത് റസൂലായ മുഹമ്മദ് അല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ മുഹമ്മദ് അല്ല. നബിയാകുന്നതിൻ്റെയും റസൂലാകുന്നതിൻ്റെയും മുമ്പ് ഒരു 40 കൊല്ലം ജീവിച്ചൊരു മുഹമ്മദ് ഉണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിളി എന്ന് പറഞ്ഞത്. അതിനെന്തേലും കുറവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാലും, ഉമ്മാന്റെ മടിയില് ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ കിടക്കണ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിൽ അവനൊരു സ്ഥാനമില്ല. ഇത് സമ്മതിച്ചേ പറ്റൂ. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ്. ഇനി നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാലേ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വളരെ വലുതാണ്. എല്ലാ മനുഷ്യനും അത് സമ്മതിക്കേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സ്വർഗത്തിൽ പോകണം, അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലാക്കി തരട്ടെ. അതിനുള്ള ഈ പരിപാടിയൊക്കെ അള്ളാഹു നമ്മളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ സംഗമം അള്ളാഹു അതിന് നമ്മളിൽ നിന്നൊരു സബായി കബൂൽ ചെയ്യട്ടെ. സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒരിക്കലൊരു സഹാബി വര്യൻ നബി തങ്ങളുടെ അടുക്കൽ വന്നു. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉണർന്നിട്ട് ഒതുണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇരുട്ടത്ത് ഒരാൾ നിൽക്കണം. ഒരു സഹാബിൻ്റെ ഇരുട്ടത്ത് നിൽക്കണം. അതിൽ ചോദിച്ചു, മൻ ചോദിച്ചു, ആരാ അവിടെ നിൽക്കുന്നത് ആ ഇരുട്ടത്ത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബി ഇത് സമുറയാണ് എന്ന് പറഞ്ഞു. ഇത് ഞാനാണ്. അതിൽ ചോദിച്ചു, ഈ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിക്കലുണ്ടോയെന്ന് ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. എല്ലാ ദിവസവും ഉറക്കൊഴിച്ച് ഈ മനുഷ്യൻ അവിടെ വന്നിക്കും. നബി തങ്ങൾ ഒറ്റ ദിവസം കണ്ടിട്ടില്ല, ഒരു ദിവസം കണ്ടു. എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിക്കണെന്ന് ചോദിച്ചോ പറഞ്ഞു, പൊന്നാര നബിയേ, രാത്രി നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റിട്ട് വദു ചെയ്യാൻ പുറത്തേക്ക് വരുമ്പോ നിങ്ങൾക്ക് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ഖിദ്മത്തെടുക്കാലോ എന്ന് കരുതി എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പുറത്തു വന്ന് കാത്തു നിൽക്കാറുണ്ട് നബിയേ. ആ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ എനിക്ക് വേണ്ടത് ചോദിച്ചു പറഞ്ഞു. ഇപ്പം എനിക്ക് വേണ്ടത് ചോദിച്ചു പറഞ്ഞു. ഈ ഭൂമിയിലെ എല്ലാ വിഷയങ്ങളുടെയും കൈകാര്യങ്ങൾക്കുള്ള അവകാശം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. നാളെ ആഖിറത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെയും കൈകാര്യങ്ങളുടെ അവകാശവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട എന്താ വെച്ചാൽ ചോദിച്ചു പറഞ്ഞു. ആ സഹാബി വര്യൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, പൊന്നാര നബിയേ, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനാവണം റസൂലേ. അതിനാണ് ഉറക്കൊഴിച്ചിട്ട് എല്ലാ ദിവസവും രാത്രി ഞാൻ നിങ്ങളെ പേരൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ വന്ന് നിൽക്കണത്. നിങ്ങൾക്ക് ഒരു ദിവസം ഖിദ്മത്ത് എടുത്തുകൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമുറാ, നീ കുറച്ച് ഗൗരവം കുറഞ്ഞ് ചോദിക്കായിരുന്നു. അത് കുറച്ച് കടന്ന കയ്യായല്ലോ. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാവണമെന്നപ്പോൾ ചോദിച്ചത്. അതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് കുറച്ച് ചോദിക്കുക എന്ന് പറഞ്ഞു.
എനിക്ക് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ല, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ കൂട്ടുകാരനാവണം എന്ന് പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, എന്നാ ഒരു കാര്യം ചെയ്യും, നീ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനു വേണ്ടി സഹായിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോയാലും പോരാ, നബി തങ്ങളുടെ കൂട്ടുകാരനാവുക. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഏറ്റവും മേലെയാണ്, ഏറ്റവും വലിയ ദർജയാണ്. ഫിർദൗസ് കഴിഞ്ഞാൽ പിന്നെ അർശുള്ളയാണ്, അള്ളാഹുവിൻ്റെ അർശാണുള്ളത്. അതിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്, ജന്നാത്തുൽ ഫിർദൗസിലാണ് എന്നതാണ് അത് ചോദിക്കാൻ പറയുന്നതിൻ്റെ കാരണം. മുഅ്മിനീങ്ങളെ, ഒരാൾ രാജാവായി എന്ന് വിചാരിച്ചോളി. ഒരാൾ രാജാവായാലേ തൻ്റെ പ്രജകളൊക്കെ രാജാവാകണമെന്ന് ആഗ്രഹിക്കാൻ ഒരു രാജാവിനും കഴിയില്ല. കാരണം അത് നടക്കാത്ത കേസാണ്. എല്ലാവരും കൂടി എങ്ങനെ രാജാവാകുക? കഴിയൂലല്ലോ. പ്രധാനമന്ത്രി വരെ ആവാൻ വേണ്ടി ആഗ്രഹിക്കാൻ പറ്റും. എന്നാൽ മുഹമ്മദ് നബിക്ക് കഴിയുന്ന ഒരു കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രാജാധികാരം എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കാൻ കഴിയും. അതാണ് ഫിർദൗസ് ചോദിക്കാൻ പറഞ്ഞത്. ഫിർദൗസ് സ്വർഗത്തിലെ രാജാധികാരമാണ്. ഫിർദൗസ് സ്വർഗത്തിലെ രാജാധികാരമാണ്. അത് മുഹമ്മദ് നബിക്കുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെല്ലാവരും അള്ളാനോട് അതെന്നെ ചോദിച്ചോളി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫളുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലായാലേ ബദറും മനസ്സിലാവുള്ളൂ, ഉഹുദും മനസ്സിലാവുള്ളൂ, എല്ലാ യുദ്ധവും മനസ്സിലാവുള്ളൂ, അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവുള്ളൂ, നമുക്കത് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരെ ആദരിക്കണം, അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം. സ്വർഗത്തിലേക്ക് ഒറ്റക്ക് പോകൂല, കൂട്ടാണ്. സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകാം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ഹിസാബ് നടക്കുന്നതിന് മുമ്പായി ജഹന്നമാകുന്ന നരകത്തെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് 40,000 അല്ലെങ്കിൽ 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലയിലും 40,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. യൗമ തഖൂലു ലി ജഹന്നമ ഹലിം തലഅതി, ജഹന്നമിനോട് ഒരിക്കൽ അല്ലാഹു ചോദിക്കുമെന്നാണ്, ഹലിം തലഅതി, നരകമേ നിനക്ക് മതിയായോ? നരകത്തോടൊരിക്കൽ അല്ലാഹു ചോദിക്കും, നിനക്ക് മതിയായോ? ഫതഖൂലു, അപ്പോൾ നരകം പറയും, ഹൽമിൻ മസീദ്, പടച്ചോനെ കുറച്ചും കൂടി തരാണ്ടോ എന്ന് ചോദിക്കും. എത്ര കൊടുത്താലും മതിയാകാത്തതാണ് നരകം. അവസാനം അള്ളാഹു അവൻ്റെ കുതിരത്തിൻ്റെ കാലുകളെ കൊണ്ട് ഒരു ചവിട്ടാണ് കൊടുക്കുമ്പോഴാണ് മതി എന്ന് നരകം പറഞ്ഞ് സമ്മതിക്കുന്നത് എന്നാണ്. അങ്ങനത്തെ ഇളകി മറിയുന്ന ജഹന്നമിനെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷമാണ് ഹിസാബ് നടക്കുന്നത്. ആത്മഹർഷം തുടികൊട്ടുന്ന ദിവസമാണത്. എല്ലാ മനുഷ്യനും നിൽക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടമോകിടുന്ന ദിവസം. അത് വളരെ പ്രധാനമാണ്. ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നന്മ മുൻതൂക്കമായ ആളുകൾ, തിന്മ മുൻതൂക്കമായ ആളുകൾ തീരുമാനിച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യനോട് പറയുന്ന സംസാരം വൽഫജ്റിന്റെ അവസാനമുണ്ട്. വദ്ഖുലി ഫിയാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നീ എൻ്റെ സ്വർഗാവകാശികളായ അടിമകളുടെ കൂട്ടത്തിലാണ് നിൽക്ക്, എന്നിട്ട് വദ്ഖുലി ജന്നതി, അങ്ങനെ സ്വർഗത്തേക്കാണ് പോകുമെന്ന്. ആ കൂട്ടര് ബദരീങ്ങൾ അതിലാണ്. ബദരീങ്ങൾ ആ കൂട്ടരാണ്. ഓല കൂട്ടത്തിക്കാണ് നിൽക്കണം, പിന്നിലല്ല പിന്നിൽ നിൽക്കണ പരിപാടി മഹ്ശറില്ല. അത് വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാൽ പിന്നിൽ ഇങ്ങനെ ഇരിക്കാം. മഹ്ശറയിൽ മുന്നത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. ഓല മുമ്പക്കാണ് നിൽക്കണം.
അങ്ങനെ അങ്ങനെ ഓലാണ് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ആ തള്ളലിൽ ഞമ്മക്ക് വേണ്ടി പോകണം. അതിനാണ് മജ്‌ലിസുന്നൂറ്, അതിനാണ് ബദരീങ്ങൾ, അതിനാണ് തവസ്സുല്. ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കുന്നു അത് സാധിക്കുന്നു. നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അത് സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പം എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ദുആക്ക് ഇജാബത്തുള്ള ഒരാളെ കാണിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ആൾക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്നാളെടുത്ത് പോയിക്കോളി, ഇന്നാളെടുത്ത് പോയിക്കോളി. ശൂന്യാളല്ലാത്ത വേറൊരു മനുഷ്യനും ഒരു ദ്വാരനാൽ ഉത്തരം കിട്ടുന്ന ഒരാളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അള്ളാൻ്റെ ദുന്യാവിൽ ഇന്നാളെടുത്ത് പോയിക്കോളി എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല. അത് നമ്മളൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രത്യേകത ഉണ്ടായത്? അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകളെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരെ പിൻപറ്റുന്നു, അവരുടെ ഗുണഗണങ്ങൾ പറയുന്നു, മദ്ഹുകൾ പറയുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.